14 രാജ്യങ്ങൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക നികുതി താരിഫ് ഉടനില്ല. പുതുക്കിയ താരിഫ് ഓഗസ്റ്റ് 1 മുതൽ മാത്രമേ പ്രാബല്യത്തിൽ വരൂ. ജപ്പാനും ദക്ഷിണ കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾക്ക് 25% നികുതി. ഇന്ത്യക്ക് മേൽ ചുമത്തേണ്ട താരിഫിൽ ഇപ്പോഴും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അധിക ഇറക്കുമതി തീരുവ ചുമത്താനുള്ള തീരുമാനം 3 ആഴ്ചത്തേക്ക് നീട്ടിയാണ് അമേരിക്കയുടെ പുതിയ ഉത്തരവ്. ഇതോടെ പുതുക്കിയ താരിഫ് ഓഗസ്റ്റ് 1 മുതലേ പ്രാബല്യത്തിൽ വരൂ. ജപ്പാനിൽ നിന്നും ദക്ഷിണ കൊറിയയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവയാണ് ഏർപ്പെടുത്തുക. സമാനമായി തായ്ലൻഡ്, ദക്ഷിണാഫ്രിക്ക, ബംഗ്ലാദേശ്, കസാക്കിസ്ഥാൻ, ഇന്തോനേഷ്യ തുടങ്ങി 14 രാജ്യങ്ങൾക്ക് താരിഫുമായി ബന്ധപ്പെട്ടുള്ള കത്തുകളും ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ചു. വ്യാപാര ചർച്ചകളിൽ മറ്റ് രാജ്യങ്ങളുമായി വിലപേശലിന് കൂടുതൽ സമയം ലഭിക്കാനാണ് ട്രംപിന്റെ നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. താരിഫ് ഏർപ്പെടുത്തിയ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്ക വലിയ തോതിൽ ഇറക്കുമതി നടത്തുന്നുണ്ട്. എന്നാൽ ഇതിനാനുപാതികമായി ഈ രാജ്യങ്ങൾ വ്യാപാരത്തിൽ ഏർപ്പെടുന്നില്ലെന്നാണ് അമേരിക്കയുടെ ആരോപണം. താരിഫ് മറികടക്കാൻ വളഞ്ഞ വഴി സ്വീകരിച്ചാലും കൂടുതൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ UK, ചൈന, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളുമായുള്ള താരിഫ് നികുതിയിൽ മാറ്റങ്ങളില്ല. അതേസമയം ഇന്ത്യയുമായുള്ള വ്യാപാര ചർച്ചകൾ അന്തിമഘട്ടത്തിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. United Kingdom, we've made a deal with China, we've made a deal, we're close to making a deal with India. Others we met with and we don't think we're going to be able to make a deal, so we just send them a letter. If you want to play ball, this is what you have to pay. ഇന്ത്യ കാർഷിക ക്ഷീര വിപണികൾ തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ ആവശ്യമാണ് കരാറിലേക്ക് എത്തുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന സംഭാവന കാർഷിക മേഖലയിൽ നിന്നാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണി തുറന്നുകൊടുത്താൽ രാജ്യത്തെ കാർഷിക മേഖലയെ അത് സാരമായി ബാധിച്ചേക്കും. മാത്രമല്ല, മറ്റ് രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ നിന്ന് ഇന്ത്യ കാർഷിക മേഖലയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇനി അമേരിക്കയ്ക്ക് മാത്രമായി തുറന്നുകൊടുക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കും ഇളവ് നൽകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.